സത്യത്തിൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് നമ്മൾ ഓരോ ആളുകളും വന്നിരിക്കുന്നത് ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കണം എന്നുള്ള അതിയായ ആഗ്രഹത്തിന്റെ ഭാഗമായിട്ടാണ്. യെസ് ഓർ നോ? ഇതുവരെ ഒരുപക്ഷെ നമ്മൾ പല കാര്യങ്ങളും പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ എങ്ങനെയാണ് സമ്പത്ത് ക്രിയേറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് വെൽത്ത് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് മാത്രം നമ്മളെ ആരും പഠിപ്പിച്ചു തന്നിട്ടില്ല. എവിടെയും പഠിച്ചോ? ഏതെങ്കിലും സ്കൂളിലോ കോളേജിലോ പഠിച്ചോ? ഇല്ല. എന്നാൽ അത് പഠിപ്പിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് MI ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഈ 2025 നമ്മുടെ എല്ലാ ആളുകളുടെയും വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വർഷമായിട്ട് നമുക്ക് മാറ്റണം. അതിന് കമ്പനി റെഡിയാണ്, നമ്മൾ ഓരോ ആളുകളും റെഡിയാണോ എന്നുള്ളത് മാത്രമേ ചോദ്യമുള്ളൂ, വിഷയമുള്ളൂ. നമ്മൾ റെഡിയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്നത് നേടിത്തരാൻ ഈ കമ്പനി നമ്മളോടൊപ്പം ഉണ്ടാവും. ഏകദേശം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള ബെൽനി സാർ ഈ ഒരു ഓപ്പർച്യൂണിറ്റി എൻ്റെ കൈകളിലേക്ക് തരുന്നത്. ആ സമയത്ത് പറഞ്ഞ ഇതാണ്, പ്രതീക്ഷ ഒരു പുതിയൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, പ്രവർത്തിക്കുകയാണെങ്കിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും, ആഴ്ചയിൽ 2,10,000 വരെ കിട്ടും എന്നുള്ളത്. പക്ഷെ ആ ഒരു ഫിഗർ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സാധാരണക്കാരൻ, ഒരു നാട്ടുപുറത്തുകാരൻ എന്നുള്ള രീതിയിൽ എനിക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ തൽക്കാലം മാറി നിൽക്കാൻ തീരുമാനിച്ചു. പക്ഷേ ഇവരുടെ നിരന്തരമായിട്ടുള്ള ഫോളോ അപ്പിന്റെ ഭാഗമായിട്ട് എന്താണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്നുള്ളത് പഠിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചു. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ ഒരു സ്റ്റേജിൽ നിൽക്കാൻ സാധിച്ചത്. പഠിച്ച് മനസ്സിലാക്കിയപ്പോഴാണ് മനസ്സിലായത് എങ്ങനെയാണ് 2,10,000 ആഴ്ചയിൽ കിട്ടുക എന്നുള്ളത്. കാരണം അതുവരെ നമ്മൾ ഒറ്റയ്ക്ക് ഏകനായിട്ടാണ് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത് എങ്കിൽ അതിനുശേഷം എങ്ങനെ വലിയ വലിയ കോടീശ്വരന്മാർ അവർ ഇത്രയധികം കോടികൾ അവരുടെ ചെറിയ സമയത്തിനുള്ളിൽ ഉണ്ടാക്കുന്നു എന്നുള്ള തിയറി അവരുടെ വർക്കിംഗ് അവേഴ്സ് അവരുടെ ഓരോ ദിവസത്തിലുള്ള പ്രവർത്തനത്തിനുള്ള സമയം കൂട്ടുന്നു. അത് ഒരു വ്യക്തിക്ക് സാധിക്കുന്നതല്ല, ഒരു കൂട്ടം വ്യക്തികൾക്ക് സാധിക്കുന്നതാണ്. അത് തന്നെയാണ് ഈ ഇൻഡസ്ട്രി നമ്മളെ പഠിപ്പിക്കുന്നത്. അങ്ങനെ മനസ്സിലാക്കി ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് പ്രവർത്തിക്കാൻ വേണ്ടി ഇറങ്ങി ഒരേ ആളുകളോട്, നമ്മളെ വേണ്ടപ്പെട്ട കുറെ ആളുകളുണ്ട്, നമ്മുടെ ലിസ്റ്റിലെ ബുക്കിനകത്ത് എഴുതി വെച്ചിട്ടുള്ള കുറെ ആളുകളോട് ഈ ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് സംസാരിച്ചു, പറഞ്ഞു. കുറെ ആളുകൾ റിജക്ട് ചെയ്തു, കുറച്ച് ആളുകൾ ആക്സെപ്റ്റ് ചെയ്ത് കൂടെ നിന്നു. ആക്സെപ്റ്റ് ചെയ്ത് കൂടെ നിന്ന ആളുകളെ മാക്സിമം സപ്പോർട്ട് ചെയ്തതിന്റെ ഭാഗമായിട്ട് കമ്പനിയുടെ ടീം കോർഡിനേറ്റർ മുതൽ നാഷണൽ ടീം കോർഡിനേറ്റർ വരെ ആക്കി മാറ്റി. ആ സമയത്ത് എനിക്ക് കോർഡിനേറ്റർ ടീം കോർഡിനേറ്റർ ആവാനായിട്ട് സാധിച്ചു. 2,10,000 ആഴ്ചയിൽ കിട്ടുക എന്നുള്ളൊരു ഫിഗർ കേട്ടുകൊണ്ട് മാത്രം ആകുന്ന എനിക്ക് ഈ ഒരു ഇൻഡസ്ട്രിയിലെ ഭാഗമായി 2 വർഷം തികഞ്ഞതിന് മുന്നേ തന്നെ ആഴ്ചയിൽ 2,10,000 വാങ്ങാൻ സാധിച്ചു. എന്റെ ടീമിലുള്ള ആളുകളും ആഴ്ചയിൽ 2,10,000 വാങ്ങി എന്ന് പറയുമ്പോൾ എന്നെക്കാട്ടിലധികം ഞാൻ സന്തോഷിക്കുന്നത് എന്റെ കൂടെ വന്നിരിക്കുന്ന ആളുകളുടെ നേട്ടങ്ങളിലേക്കാണ്. സ്വാഭാവികമായിട്ടും ഈ ഒരു ഇൻഡസ്ട്രിയിൽ വന്നിട്ടില്ലായിരുന്നു എങ്കിൽ ഇന്ത്യക്ക് പുറത്ത് കടക്കില്ല എന്നുള്ള അവസ്ഥയിലായിരുന്ന എനിക്ക് ഈ ഒരു ഇൻഡസ്ട്രിയിൽ വന്നു പ്രവർത്തിച്ചു എന്നുള്ള കാരണം കൊണ്ട് ഒരാഴ്ച ദുബായിൽ കമ്പനിയോടൊപ്പം അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്ത് രാജകീയമായിട്ട് നമ്മുടെ കാശെടുത്ത് പോകുന്ന സമയത്ത് എവിടെയൊക്കെ കോംപ്രമൈസ് ചെയ്യാൻ പറ്റും അവിടെയൊക്കെ കോംപ്രമൈസ് ചെയ്തിട്ടായിട്ട് നമ്മൾ പോവാം. എന്ത് തന്നെയാണെങ്കിലും ഒരു സാധാരണക്കാരൻ എന്നുള്ള രീതിയിൽ ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് ഒന്നും സ്വന്തം കയ്യിൽ വെച്ചിട്ട് പോകാൻ പോകുന്നില്ല. അഥവാ പോയാൽ തന്നെ ഏറ്റവും ചെറിയ ഹോട്ടലിൽ ഏറ്റവും ചെറിയ രീതിയിലുള്ള ചെലവുകൾ വരുത്തിയിട്ടാണ് നമ്മൾ ചെയ്യുന്നുണ്ടാവുക. ഇത് കമ്പനിയോടൊപ്പം ആയതുകൊണ്ട് തന്നെ ഏറ്റവും ലാവിഷായിട്ട് റോയൽ ടച്ചിലുള്ള ഒരാഴ്ചയായിരുന്നു ദുബായിൽ എൻജോയ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഇന്ന് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി വരുന്ന സമയത്ത് ഒരു ബൈക്കിലായിരുന്നു എങ്കിൽ അവിടെ നിന്നും ആദ്യം ഒരു കാറിലേക്ക്, ഇപ്പൊ രണ്ടാമത് സ്കോഡ എന്ന് പറയുന്ന ഒരു പ്രീമിയം ക്ലാസ് കാറിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ സാധിച്ചത് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഏറ്റെടുത്ത് പ്രവർത്തിച്ചു എന്നുള്ളതുകൊണ്ടാണ്. ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയ എല്ലാ ആളുകളും വിജയിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെയായിരിക്കും ഉത്തരം. പക്ഷേ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഏറ്റെടുത്ത് പ്രവർത്തിച്ച ആളുകൾ വിജയിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ് എന്നുള്ളതായിരിക്കും അതിന്റെ ഉത്തരം. അപ്പൊ നമുക്ക് വിജയിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ഒരു പ്രവൃത്തി ഉണ്ട്. ആ പ്രവൃത്തി ഭംഗിയായിട്ട് ചെയ്യാൻ നമ്മൾ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കും വിജയിക്കാനായിട്ട് സാധിക്കും. എല്ലാ ആളുകളും അവരവരുടെ മേഖലയിൽ, പ്രവർത്തന മേഖലയിൽ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ജീവിതത്തിൽ വിജയിക്കണം എന്നുള്ള ആഗ്രഹത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. പക്ഷെ അത് എല്ലാ ആളുകളും സാധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാലോ ഇല്ല എന്നത് കൂടിയായിരിക്കും ഉത്തരം. കഠിനാധ്വാനം ചെയ്യാൻ നമ്മൾ എല്ലാ ആളുകളും തയ്യാറാണ്. പക്ഷെ നമ്മൾ ചെയ്യുന്ന മേഖലയിൽ കഠിനാധ്വാനം ചെയ്ത് കഴിഞ്ഞാൽ പക്ഷേ എത്ര കാലം പ്രവർത്തിച്ചു കഴിഞ്ഞാലും ജീവിതത്തിൽ സക്സസ്ഫുൾ എന്നുള്ള അവസ്ഥയിലേക്ക് നമുക്ക് മാറാൻ സാധിക്കുമോ എന്ന് ചോദിച്ചൊരു പരിധി വരെ ഇല്ല എന്നുള്ളതായിരിക്കും. പക്ഷെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, ഈ ഇൻഡസ്ട്രി ഇതൊരു കാലഘട്ടത്തിന്റെ മാറ്റമാണ്. ഈ ഒരു മാറ്റത്തിന്റെ ഭാഗമായിട്ട് നമ്മളും പ്രവർത്തിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ ഇവിടെ 5 വർഷം സിൻസിയർ ആയിട്ട് പ്രവർത്തിച്ചാൽ മതി. ഒരു ആയുഷ്കാലം മൊത്തം നമ്മൾ മറ്റു മേഖലയിൽ നിന്നും ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ, സന്തോഷം ഉണ്ടാക്കാൻ, സമാധാനം ഉണ്ടാക്കാൻ, നമ്മൾ ആഗ്രഹിച്ച രീതിയിലേക്ക് ജീവിക്കാൻ നമുക്ക് ഈ ഒരു ഇൻഡസ്ട്രി, ഒരു കമ്പനി നമുക്ക് അവസരം തരുന്നുണ്ട്. ആ ഒരു രീതിയിലേക്ക് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഇതിനെ മനസ്സിലാക്കുക, സ്നേഹിക്കുക. 2025 എന്ന് പറയുന്നത് നമ്മുടെ വർഷമാക്കി മാറ്റുക. ആ ഒരു വർഷത്തിലെ നമ്മളുടെ ഒരു ഡെസ്റ്റിനി തന്നെ, അല്ലെങ്കിൽ നമ്മുടെ ഒരു വിധി തന്നെ മാറ്റി മറിക്കാൻ പോകുന്ന രീതിയിലേക്കുള്ള ഒരു പ്രവൃത്തി നമ്മുടെ ഭാഗത്ത് നിന്ന് കാഴ്ചവെക്കുവാണെങ്കിൽ
ആണെങ്കിൽ നമുക്കും വിജയിക്കാം. നിങ്ങൾക്കും എല്ലാ ആളുകൾക്കും ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലൂടെ വിജയിക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഓർമ്മിച്ചുകൊണ്ടിരുന്നു.